കാവുകളിൽ ചെയ്തു പോന്നിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരാധനയുടെ ഭാഗമാണ് ശാക്തേയ ബന്ധം. അതെന്താണ് ഈ ശാക്തേയ ബന്ധം ഉറപ്പിക്കൽ എന്ന് പറയുന്നത്? കാവുകളിൽ പൊതുവെ ആരാധിക്കപ്പെട്ടിരുന്ന ദേവതമാരിൽ ഒന്ന് ഭദ്രകാളിയാണ്. കാവിലെ ഭഗവതി എന്ന് പറയും. പിന്നെ ആ പ്രധാന കാവിനോട് ചേർന്ന് സർപ്പക്കാവ് ഉണ്ടെങ്കിൽ അവിടെ നാഗരാജാവ്, നാഗയക്ഷി, ചിത്രകൂടം, ഇതൊക്കെ വിഗ്രഹത്തോടുകൂടി കുടികൊള്ളുന്ന മൂർത്തിഭാവങ്ങളാണ്. നാഗരാജാവ് വാസുകി, നാഗയക്ഷി എന്ന് പറയുന്നത് പാർവതിയുടെ ഒരു അവതാരഭാവം. ചിത്രകൂടം എന്ന് പറഞ്ഞ് ചതുരപ്പെട്ടി പോലെ മോളിൽ ഗോപുരാകൃതിയിൽ വരുന്ന ഒരു പ്രതിഷ്ഠാവിധാനമാണ്. അത് നാഗകുലം എന്നാണ് അതിനെ പറയുന്നത്. നാഗസന്തതി കുലം. നാഗരാജാവ്, നാഗയക്ഷി, ചിത്രകൂടം, 3 എണ്ണമായി. പിന്നെ ചില കാവുകളിൽ പാതാള സർപ്പം എന്ന് പറഞ്ഞൊരു പ്രതിഷ്ഠയുണ്ട്. ഒറ്റ സർപ്പത്തിൻ്റെ വിഗ്രഹമാണ്. ഒറ്റ സർപ്പം മാത്രമായിട്ട് ഈ പ്രധാന വിഗ്രഹങ്ങളിൽ നിന്നും മാറ്റി നിർത്തും. അത് കരിനാഗം എന്നും പറയാറുണ്ട്. കരിനാഗ യക്ഷിയാണ് എന്നാണ് പറയുന്നത്. പിന്നെ ഈ പ്രധാന വിഗ്രഹങ്ങളോട് ചേർന്ന് എന്നാൽ അതിൽ സ്പർശിക്കാതെ കുറച്ച് മാറി വിശിഷ്ടമായ രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു സാന്നിധ്യമുണ്ട്. അത് മണിനാഗയക്ഷി എന്നറിയപ്പെടും. ഈ മണിനാഗയക്ഷി മറ്റെല്ലാത്തിനേക്കാൾ കുറച്ച് വിശിഷ്ടമായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇതൊക്കെയാണ് സർപ്പക്കാവിലെ ഭാവങ്ങൾ. പിന്നെ ഒന്ന് ഭഗവതിയാണ്. ഗന്ധർവൻ കാവാണെങ്കിൽ ഗന്ധർവനും യക്ഷിയും അവിടെ വരും. ഇത് കൂടാതെ പല കാവുകളിലും അന്തിമഹാകാലൻ, അയലയക്ഷി, ഖണ്ഡാകർണൻ, ഭൈരവൻ തുടങ്ങിയ പല മൂർത്തികളെയും വെച്ച് ആരാധിക്കുന്നത് കണ്ടിട്ടുള്ളതാണ്. അന്തിമഹാകാളൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനുഷ്യർക്ക് അർത്ഥം പിടികിട്ടത്തില്ല. അതിൻ്റെ ഫിലോസഫിക്കൽ മീനിങ് നോക്കണം, താത്വികമായ അർത്ഥം. അന്തി എന്ന് പറഞ്ഞാൽ സന്ധ്യ എന്നാണ്. അന്തി മയങ്ങും നേരത്തെന്നൊക്കെ നമ്മൾ പാട്ടിലും കഥകളിലും ഒക്കെ വായിക്കാറില്ലേ. അന്തി എന്ന് പറഞ്ഞാൽ സന്ധ്യ, ഒരു ദിവസം അവസാനിക്കുന്ന മൊമെൻ്റാണ് സന്ധ്യ, സന്ധ്യാസമയം എന്നൊക്കെ പറയുമല്ലോ. ഇനി അതിനും കുറച്ചുകൂടി വലിയ ഒരർത്ഥമുണ്ട്. പകൽ അവസാനിക്കുന്ന സന്ദർഭമാണ് സന്ധ്യ അഥവാ അന്തി. ഇവിടെ അന്തി മഹാകാളൻ എന്ന് പറയുമ്പോൾ ഒരു ചതുർയുഗം, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഈ 4 യുഗങ്ങൾ കൂടിച്ചേർന്ന് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ എന്ന് പറയും. ഈ 4 യുഗങ്ങളും അവസാനിക്കുന്ന ആ മൊമെൻറ്റ്, ആ 4 യുഗങ്ങൾ അവസാനിക്കാൻ പോകുന്ന ഒരു സന്ദർഭമാകുന്ന പകൽ തീരുന്നതിനെ അന്തി എന്ന് പറയും. അന്തി മഹാകാലൻ എന്നാണ്. കാളൻ എന്ന് ചിലർ എഴുതി വെക്കുന്നുണ്ട്. പക്ഷേ അന്തി മഹാകാലൻ, അതായത് ചതുർയുഗത്തിൻ്റെ അവസാനം വരുന്ന ദേവത, മഹാപ്രളയത്തിന് സാക്ഷിയാകുന്ന പരമശിവനാണ് അന്തിമഹാകാലൻ. ആ 4 യുഗങ്ങളും തീരുന്ന മുറയ്ക്ക് അവശേഷിക്കുന്നതെല്ലാം സംഹരിച്ചുകൊണ്ട് സംഹാര നൃത്തം നടത്തുന്ന പരമശിവൻ്റെ ആ താണ്ഡവ നൃത്തത്തിന് സാക്ഷിയാകുന്നവളാണ് അയലയക്ഷി. മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണി എന്ന് ലളിതാ സഹസ്രനാമത്തിൽ ഒരു വരിയുണ്ട്. 4 യുഗങ്ങൾ കൂടുന്ന നേരത്ത് എല്ലാം സംഹരിച്ചുകൊണ്ട് താണ്ഡവ നൃത്തം നടത്തുന്ന ഭഗവാന്റെ ആ നൃത്തത്തിന് സാക്ഷിയാകുന്നവളെ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ മൂർത്തിയാണ് അയലയക്ഷി. ഇങ്ങനെ എത്രയോ മൂർത്തികളാണ് ഒരു കാവിൽ കുടികൊള്ളുന്നത്. വലിയ കാവാണെങ്കിൽ ഇങ്ങനെ അനേകം മൂർത്തികൾ കാണും. ഈ മൂർത്തികൾ കാവിൽ നിന്ന് പുറമേ പോകാതിരിക്കാൻ കാവിൻ്റെ 4 അതിരുകളിൽ ശാക്തേയ ബന്ധം ചെയ്യുക എന്നുള്ള
അതീവ താന്ത്രിക വൈദഗ്ധ്യം ആവശ്യമുള്ള അതിവിശിഷ്ടമായ ഒരു പൂജാകർമ്മമുണ്ട്. അതാണ് ഈ ദേവതകളെ കാവുകളിൽ ഉറപ്പിച്ചു കുടിയിരുത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രത്യേകമായ ആചാരം.